സംസ്ഥാന ബജറ്റിൽ പയ്യന്നൂരിന് വേണ്ടി അനുവദിച്ച ഫണ്ടിൽ വ്യക്തതയില്ലെന്ന പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ സരിൻ ശശിയുടെ ആരോപണത്തിന് വിശദീകരണവുമായി വി കുഞ്ഞികൃഷ്ണൻ എം.എൽ.എ. പയ്യന്നൂരിന്റെ വികസനത്തോടൊപ്പം നിൽക്കേണ്ട പ്രാദേശിക ഭരണാധികാരികൾ എന്തുകൊണ്ട് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നും എം.എൽ.എ. നമ്മളെ നഗരസഭാ ചെയർപേഴ്സൺ ബജറ്റിൽ കുറേ അവ്യക്തത ഉണ്ട് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് എം.എൽ.എക്ക് പറയാനുള്ളത്? അല്ല, ബജറ്റിൽ ഇത്തവണ മാത്രമാണോ അവ്യക്തത? ഇതിനു മുമ്പ് അവ്യക്തത ഉണ്ടായിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ തവണ LDF അവതരിപ്പിച്ച ബജറ്റ് പരിശോധിച്ചു. കഴിഞ്ഞ തവണ മാത്രമല്ല, മുൻവർഷങ്ങളിലും അവതരിപ്പിച്ച ബഡ്ജറ്റ് പരിശോധിച്ചു. അതിൽ ഭൂരിപക്ഷം ഇനങ്ങളിലും ടോക്കൺ ആണ് വെച്ചിട്ടുള്ളത്. ടോക്കൺ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര കോടി വേണ്ടുന്ന വർക്കായാലും 100 രൂപയാണ് ടോക്കൺ വെക്കുക. ചില വർക്കിന് മാത്രമാണ് 20% ബഡ്ജറ്റിൽ വെക്കുക. ആ 20% വെച്ച വർക്ക് പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ സാധിക്കും. മറ്റ് വർക്കുകൾ അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ TSഉം ASഉം ഒക്കെ വാങ്ങി പിന്നീട് നടപ്പാക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ കാലത്തെ ബഡ്ജറ്റും അങ്ങനെയാണ്. ഇത്തവണ പ്രത്യേകിച്ച് അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇത് ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തയാണ്. ഞാൻ മാധ്യമസമ്മേളനം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം. പിന്നീടാണ് മുനിസിപ്പൽ ചെയർമാൻ്റെ ഒരു ബൈറ്റ് കാണാനിടയായത്. അപ്പം അതിൽ പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് അയാൾ സൂചിപ്പിച്ചത്. സാധാരണഗതിയിൽ ബസ് സ്റ്റാൻഡ് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും അധികാരപരിധിയിൽപ്പെട്ടതാണ്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ പണം അനുവദിക്കാറില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ പയ്യന്നൂർ ബസ് സ്റ്റാൻഡാണെങ്കിൽ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. എത്രയോ പതിറ്റാണ്ടായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിലെന്ത് ചെയ്യിക്കാൻ സാധിക്കും സംസ്ഥാന സർക്കാരിനെ കൊണ്ട് എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി എനിക്ക് കിട്ടിയ ഉപദേശം, കേന്ദ്ര ഫണ്ട് വഴി ലഭിക്കുന്ന തുക ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് വേണ്ടി വിനിയോഗിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് സാധിക്കും എന്ന ഒരു ഉപദേശമാണ് എനിക്ക് ലഭിച്ചത്. ആ നിലയിൽ ഞാൻ സർക്കാരിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ ആവശ്യമായ ഒരു വ്യവസ്ഥ ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കണം എന്നാവശ്യപ്പെട്ടത്. അത് ഉൾക്കൊള്ളിക്കാൻ ഗവൺമെൻറ് സന്നദ്ധമാവുകയും ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു നാട്ടിന് ഈ രീതിയിലുള്ള സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പ്രാദേശിക ഭരണാധികാരികൾ സർവാത്മന സ്വാഗതം ചെയ്യുന്ന ഒരു നിലയാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ ഒരു വിഷയത്തെ എന്തിനാണ് ഈ നിലയിൽ കാണാൻ ഭരണാധികാരികൾ, തദ്ദേശ ഭരണാധികാരികൾ തയ്യാറാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.